ഗൗതം അദാനിയുടെ തട്ടിപ്പ് വാർത്തയാണ് ഇന്ന് പുറത്തു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് ജില്ലാ കോടതിയുടെ കുറ്റപത്രം പുറത്ത് വന്നത്. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. CBI അന്വേഷണം വേണമെന്ന് CPM ആവശ്യപ്പെട്ടു. എന്താണ് അദാനി ചെയ്ത തെറ്റ്? എന്താണ് അദാനിയുടെ പ്ലാനിങ്? ഇത് മനസ്സിലാക്കുക അത്ര വേഗം സാധ്യമാകുന്ന ഒന്നല്ല. അദാനിയുടെ സ്വപ്നം 2019-2020 കാലഘട്ടത്തിലാണ് വരുന്നത്. അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് രാജ്യത്ത് സ്ഥാപിക്കുക, എന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി വിൽക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്. ഇതിനുവേണ്ടി $600 കോടി രൂപ നിക്ഷേപകരിൽ നിന്നും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സമാഹരിക്കുക, എന്നിട്ട് ബിസിനസ് തുടങ്ങുക എന്നാണ്. ഇതിനുവേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത് നരേന്ദ്രമോദിയെ കണ്ടിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ്, സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കരാറുണ്ടാക്കിയിട്ട് സംസ്ഥാനങ്ങളെ ഇതിന് നിർബന്ധിതരാക്കി. എന്നാൽ സൗരോർജ്ജ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ അധിക തുക, അതായത് ചെലവ് അമിതമാണ്. അതുകൊണ്ട് പല സംസ്ഥാനങ്ങളും ഇതിന് കൈ കൊടുത്തില്ല. അപ്പോഴാണ് കൈക്കൂലിയുമായി ഇദ്ദേഹം രംഗത്തെത്തുന്നത്. 2021 ഓഗസ്റ്റ് മാസത്തിൽ ഗൗതം അദാനി നേരിട്ട് തന്നെ ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ പോയി കണ്ടിട്ട് ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ സൗരോർജ ഈ പദ്ധതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് അംഗത്വം എടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നില്ല, നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന തരത്തിൽ സംഭാഷണം നടത്തുകയും അതിനുശേഷം ആന്ധ്രാപ്രദേശ് ഈ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. ആന്ധ്രാപ്രദേശിന് പുറമെ ഒഡീഷയുണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, തമിഴ്നാടുണ്ട്, ജമ്മു കാശ്മീരുണ്ട്. ഇതൊക്കെ 54 പേജുള്ള കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇതിന് ആധാരമായി, അതായത് കുറ്റപത്രത്തിലെ തെളിവായി പറയുന്നത് ഈ കേസിലെ രണ്ടാമത്തെ പ്രതി ഗൗതം അദാനിയുടെ സഹോദരപുത്രൻ സാഗർ S അദാനിയിൽ നിന്നും കളക്ട് ചെയ്ത വിവരങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, അതായത് ഫോൺ സംഭാഷണമാകാം, ചാറ്റുകളാകാം, അതുപോലെ സ്ട്രാപ്പ് പേപ്പേഴ്സ്, അതായത് പേപ്പർ വർക്കുകൾ, രേഖകൾ, അതുപോലെ മറ്റൊന്ന് കൈക്കൂലി പണം ട്രാക്ക് ചെയ്തതിൻ്റെ രേഖകളുടെ ഫോട്ടോഗ്രാഫ്സ്. ഇതാണ് തെളിവായി എടുത്തിരിക്കുന്നത്. ഇനി എന്തിനാണ് അമേരിക്കൻ കോടതി ഇതിൽ ഇടപെട്ടത്, അല്ലെങ്കിൽ ന്യൂയോർക്കിലെ കോടതിയും അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അദാനിയുടെ വിഷയത്തിൽ ഇടപെട്ടത് എന്നതാണ് ഏറെ കൗതുകകരം. അദാനി ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി വിൽക്കാനാണ് പരിപാടി. ഇതിൽ വർഷങ്ങൾക്ക് ശേഷം $200 കോടി രൂപ ലാഭം കിട്ടും എന്ന് ധരിപ്പിച്ച് നിക്ഷേപകരിൽ നിന്ന് പൈസ സമാഹരിക്കുക. $17.5 കോടി ഇതിനോടകം തന്നെ അദാനിയുടെ ഗ്രൂപ്പ് കൈക്കൂലി നിക്ഷേപകരിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ടെന്നും കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. നിക്ഷേപകരിൽ നിന്ന് പൈസ തട്ടാൻ വേണ്ടി ഇദ്ദേഹം എന്ത് പറഞ്ഞു? സംസ്ഥാനങ്ങൾക്ക്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വൈദ്യുതി കൊടുക്കുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ജമ്മു കാശ്മീർ, ഛത്തീസ്ഗഡ്, ഒഡീഷ ഇവരൊക്കെ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ നോഡൽ ഏജൻസി. അങ്ങനെ ധരിപ്പിച്ച ശേഷമാണ് നിക്ഷേപകരിൽ നിന്ന് പൈസ വസൂലാക്കുന്നത്, അതുപോലെ ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പൈസ വസൂലാക്കുന്നത്. ഇതിനെതിരെയാണ് പരാതി ഉയർന്നതും. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പൈസ ഇടപാടുകൾ, അതായത് സംസ്ഥാന സർക്കാരുകളുമായിട്ടുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നത് സുതാര്യമായിട്ടല്ല. ഇവിടെ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2200 കോടി രൂപ കൈക്കൂലി ഇനത്തിൽ അദാനി ഗ്രൂപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന തെളിവുകളാണ് ലഭിച്ചത്. ഇത് ആഗോളതലത്തിൽ ഇത് വളരെ വലിയ കുറ്റമാണ്. അതായത് അഴിമതി നിരോധന നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് അദാനി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ കേസ് വന്നത്. അദാനിക്കെതിരെയും മറ്റ് 8 പേർക്കെതിരെയും അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഏതായാലും അദാനി അമേരിക്കയിൽ കുടുങ്ങി. ഇന്ത്യയിൽ എന്തുകൊണ്ട് അദാനിക്കെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല? അത് രാഹുൽ ഗാന്ധിയൊക്കെ അല്ലെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ മോദിയുമായുള്ള അടുപ്പമാണ്. അപ്പോൾ രത്നച്ചുരുക്കം ഇതാണ്: 600 കോടി രൂപയുടെ സൗരോർജ്ജ പ്രോജക്റ്റ് തുടങ്ങാൻ ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും $600 കോടി വൈദ്യുത സൗരോർജ്ജ പ്രോജക്റ്റ് തുടങ്ങാൻ ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്നും വൻതോതിൽ പണം തട്ടിയെടുക്കുന്നതിന് ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്ത് ഉദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തി ചില സംസ്ഥാനങ്ങളുമായി കരാറുണ്ടാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയെ നോഡൽ ഏജൻസിയാക്കി ആണ് അദാനി തട്ടിപ്പ് നടത്തിയത്. ഈ കൈക്കൂലി കാര്യമോ അല്ലെങ്കിൽ കറപ്റ്റഡ്, അത് അഴിമതി കാര്യം അമേരിക്കയ്ക്ക് തീരെ സഹിക്കുന്നതല്ല. നേരെ പോയാണ് അവിടുത്തെ നിക്ഷേപകരുടെ രീതി. അങ്ങനെ നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിക്ഷേപം സ്വീകരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അദാനിക്കെതിരെയുള്ള കുറ്റം. അങ്ങനെയാണ് അവിടെ അറസ്റ്റ് വാറണ്ട് വരെ പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി ഇവിടെ
ഈ അമേരിക്കയിലെ പ്രോസിക്യൂഷൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു കൈക്കൂലി വാഗ്ദാനം ചെയ്തതിന് തെളിവുണ്ട്, കൈക്കൂലി കൊടുത്തതിന് തെളിവുണ്ടെന്ന്. അപ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ അദാനിക്കെതിരെ CBI അന്വേഷണം പ്രഖ്യാപിക്കാം. അതാണ് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടത്. ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. കാരണം കൃത്യമാണ്, ഈ തെളിവുകൾ ലഭിക്കുകയും എളുപ്പമാണ്. കേന്ദ്ര സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ കോടതിയിൽ നിന്നുള്ള അവരുടെ പ്രോസിക്യൂട്ടറുടെ കുറ്റപത്രവും അതുപോലെ തന്നെ തെളിവുകളും ലഭിക്കും. അങ്ങനെ അദാനിയെ ഇന്ത്യയിൽ പൂട്ടാൻ കഴിയും. പക്ഷേ ഒരിക്കലും അദാനിക്ക് ഇന്ത്യയിൽ പൂട്ടുവീഴുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അദാനിയുടെ ഓഹരി വിപണി, അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി വിപണി മൂക്കുകുത്തി താഴെ വീണു കഴിഞ്ഞ ദിവസം. എന്നാലും മോദി അദാനിയോടൊപ്പം ഉള്ളിടത്തോളം കാലം ഒരു അന്വേഷണത്തെയും ഒരു അറസ്റ്റിനെയും അദാനി പേടിക്കേണ്ടതില്ല എന്ന വസ്തുതയാണ് ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യൻ വിപണിയെ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യാവസായിക രംഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല.